ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. പ്രിയ ദൈവമക്കളെ, നമുക്ക് വീണ്ടും ഈ ക്വാർട്ടറിലെ 10ാമത്തെ പാഠത്തിലേക്ക് കടന്നു വരുവാൻ നല്ലവനായി ദൈവം നമ്മളെ സഹായിച്ചു. നമുക്ക് വീണ്ടും ഒന്നിച്ച് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ ദൈവം ഒരുക്കി തന്ന സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഒരു അവസരം വീണ്ടും അടിയന് നൽകിയത് ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഈ പാഠത്തിലേക്ക് കടന്നു വരാം. ഉടമ്പടിയും രൂപരേഖയും എന്നാണ് നാം ഈ പാഠത്തിൻ്റെ തലക്കെട്ട് വായിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കുന്നത് ദൈവം തൻ്റെ ജനത്തിന് നൽകിയ ഉടമ്പടി, അതുപോലെ തൻ്റെ നിയമങ്ങളെ സംബന്ധിച്ചുള്ള രൂപരേഖ എന്തായിരുന്നു. നാം അത് അല്പമായിട്ട് മുൻപ് ചിന്തിച്ചു. നമ്മൾ വീണ്ടും അതിനെ തുടർന്ന് ചിന്തിക്കുമ്പോൾ നമുക്കത് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനുമായ കർത്താവ് തൻ്റെ ജനത്തോട് ഒപ്പമായിരിക്കുവാനും അവരുടെ ഇടയിൽ വസിക്കുവാനും ആഗ്രഹിച്ച ദൈവമാണ്. അപ്പോൾ ദൈവത്തിന് തൻ്റെ മക്കളോടൊപ്പം ആയിരിക്കാനും അവരുടെ ഇടയിൽ വസിക്കുവാനും ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അവരോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു, അവരുടെ കൂടെ സഞ്ചരിച്ചു. അവർക്ക് അഗ്നിസ്തംഭമായും മേഘസ്തംഭമായും അവരുടെ കൂടെ ഇരുന്നു. അവർക്ക് വേണ്ട കാര്യങ്ങൾ അരുളി ചെയ്തു, അവരോട് സംസാരിച്ചു. അവരെ ദൈവം കൂടെ നടന്ന് അവരെ വഴി നടത്തി. അപ്പോൾ അങ്ങനെ തൻ്റെ മക്കളുടെ കൂടെ വസിക്കുവാനും അവരുടെ കൂടെ നടക്കുവാനും അവരുടെ കൂടെ അധിവസിക്കുവാനും ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം പഠിക്കുക, നമ്മുടെ ഹൃദയങ്ങളിൽ നാം ദൈവവചനം സ്വരൂപിക്കുക, നാം പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുക, ക്രിസ്തുവിൻ്റെ മരണം, അതുപോലെ പുനരുത്ഥാനം, തിരിച്ചരവ് എന്ന വലിയ സാക്ഷ്യങ്ങളെ സംബന്ധിച്ച് നാം ജനത്തോട് മറ്റുള്ളവരോട് സംസാരിക്കുക, സാക്ഷ്യം വഹിക്കുക. നാം ദൈവത്തിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മുടേതായ വ്യക്തിപരമായ കാര്യങ്ങൾ, സ്വാർത്ഥപരമായ കാര്യങ്ങൾ, നമ്മുടെ അല്ലെങ്കിൽ മറ്റ് ചിന്തകളൊക്കെ നാം നിയന്ത്രണം അല്ലെങ്കിൽ നമ്മൾ നിയന്ത്രിച്ചുകൊണ്ട് അതിനെ നാം മനസ്സിലാക്കിക്കൊണ്ട് അതിന് കൊടുക്കേണ്ടത് പ്രാധാന്യം മാത്രം നൽകിക്കൊണ്ട് നാം തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനത്തിനും പ്രാമുഖ്യം കൊടുത്തുകൊണ്ട്, പ്രഥമസ്ഥാനം കൊടുത്തുകൊണ്ട് അപ്രകാരം ജീവിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുവാനും നമ്മളെ വഴി നടത്തുവാനും ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നമുക്ക് നൽകേണ്ട കാര്യങ്ങൾ നൽകി തന്ന് നമ്മളെ മുൻപോട്ട് ഓരോ ദിവസം നയിക്കുവാൻ ആ ദൈവത്തിന് കഴിയും എന്ന് നമ്മൾ ഈ ആമുഖത്തിൽ കാണുകയാണ്. നാം ദൈവത്തെ വിട്ട് നാം ഓരോരുത്തരും വ്യക്തിപരമായിട്ട് നാം നമ്മുടെ കാര്യങ്ങളിൽ കൂടുതൽ സമയം വ്യാപൃതരായിക്കൊണ്ട് സമയം ചെലവഴിച്ചുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങൾ ചിന്തിച്ച് അതിനുവേണ്ടി നമ്മൾ സമയമെടുത്ത് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്ത് മറ്റു പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ അല്ലെ ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനുള്ള അവസരങ്ങൾ എത്രമാത്രം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറയുമ്പോൾ നാം എത്രമാത്രം ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് പറയുന്ന ആ സ്ഥാനത്തിന് യോഗ്യരായിരിക്കുന്നു എന്നത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന വെളിപ്പാട് 14:12 പറയുമ്പോൾ ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് തന്നെയാണ്. അപ്പം അതുകൊണ്ട് അവിടെ ദൈവകൽപ്പനയും യേശുവിൻ്റെ വിശ്വാസവും നമ്മളിൽ ഉണ്ടാവുക, അത് നമ്മളിൽ നിലനിർത്തുക. എങ്കിൽ മാത്രമേ തീർച്ചയായും നമുക്ക് ഈ സമൂഹത്തിൽ ദൈവത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമുക്ക് ആവശ്യമായ എല്ലാം നമുക്ക് നൽകി തരുവാൻ നമ്മുടെ കർത്താവിന് നമ്മോട് ഇഷ്ടമുണ്ടാവുന്നതും സ്നേഹം ഉണ്ടാവുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമുക്ക്
ഈ പാഠത്തിൻ്റെ മനപ്പാഠവാക്യം നമുക്ക് നോക്കാം. അപ്പോൾ മോശ വന്നു, കർത്താവിൻ്റെ എല്ലാ വചനങ്ങളും ന്യായവിധികളും ജനത്തെ അറിയിച്ചു. കർത്താവ് പറഞ്ഞ എല്ലാ വാക്കുകളും ഞങ്ങൾ ചെയ്യുമെന്ന് ആളുകൾ ഏകസ്വരത്തിൽ ഉത്തരം പറഞ്ഞു. പുറപ്പാട് 24:3. പലപ്പോഴും ഈ ഇസ്രായേൽ മക്കള് മോശയുടെ മുമ്പാകെ മോശ അവരോട് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവർ ഞങ്ങളെല്ലാം അനുസരിച്ച് കൊള്ളാം എന്ന് ഏകസ്വരത്തിൽ പറയുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും അതിനുശേഷം അവരിൽ നിന്ന് അവർ അതനുസരിക്കാതിരിക്കുകയും വീഴ്ച വരുത്തുകയും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നാം ദൈവസന്നിധിയിൽ ഒരു കാര്യം ചെയ്യാം എന്ന് നാം സത്യം ചെയ്യുന്നുവെങ്കിൽ നമ്മളത് മറന്നു പോകാതെ ചെയ്യുവാൻ, അത് പാലിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ ആ ഒരു വലിയ ഉത്തരവാദിത്വം നമുക്ക് ദൈവത്തോടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യണം. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകാം. നമുക്ക് കണ്ണടയ്ക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, വീണ്ടും അടിയങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുവാനും തിരുവചനം പഠിക്കുവാനും അവിടുന്ന് ഒരുക്കി തന്ന നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. ഈ പാഠം കേൾക്കുകയും പഠിക്കുകയും അത് ചിന്തിക്കുകയും ചെയ്യുന്ന നിന്റെ എല്ലാ മക്കളെയും കർത്താവെ അവിടുത്തെ കൃപയിലും സമാധാനത്തിലും അനുഗ്രഹത്തിലും അവിടുന്ന് കാത്തുകൊള്ളണമേ. കഷ്ടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളിൽ നിന്ന് വീഴ്ചകളും കർത്താവെ വിടുവിക്കണമേ. കർത്താവ് സമാധാനമുള്ള മക്കളായി ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണം. മാനവത്വ കർത്താവ് എടുക്കണം. എല്ലാവിടെയും ജീവനെ തന്ന യേശുവിനോട് ചോദിക്കുമ്പോൾ കൃപയാകണം നല്ല ദൈവമേ. ആമേൻ. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ, ഞായറാഴ്ച ഭാഗത്തേക്ക് വരുമ്പോൾ പുസ്തകവും രക്തവും എന്നാണ്. ഇവിടെ ദൈവം ജീവനുള്ള ദൈവമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് മാത്രമല്ല, നാം മനസ്സിലാക്കുന്നതും അനേകരുടെ ജീവിതത്തിൽ മനസ്സിലാവുന്ന കാര്യങ്ങളും ദൈവജനമായ ഇസ്രയേലിനെ ദൈവം സ്നേഹിക്കുകയും പരിപാലിക്കുകയും അവരെ വിടുവിക്കുകയും അവരെ വഴി നടത്തുകയും ചെയ്യുന്ന ആ കാലങ്ങളിൽ, ആ സമയങ്ങളിലൊക്കെയും എത്രമാത്രം ആ ദൈവം ആ ജനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ, ഇന്നും നമുക്കറിയാം അനേകർ ഈ ദൈവസ്നേഹത്തിൽ, ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കുകയും ദൈവം നൽകുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം നൽകിക്കൊണ്ട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളുടെ ജീവിതത്തിൽ നിന്ന് ജീവനുള്ളൊരു ദൈവത്തെയാണ് നാം വിളിച്ചപേക്ഷിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ വിശ്വസിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത്, ആശ്രയിക്കുന്നത്. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ വിശ്വസിക്കാൻ മനുഷ്യന് കഴിയില്ല. അല്ലെ കുറെ നാളുകൾ വിശ്വസിക്കുമായിരിക്കും, അല്ലെ കുറെ കാലം അങ്ങനെ ചിന്തിക്കുമായിരിക്കും. അതിനുശേഷം അതൊക്കെ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയായി തീരും. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് തന്നെ ജനവുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ വ്യക്തിപരമായ ബന്ധം, അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഓരോരുത്തർക്കും ദൈവവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ വ്യക്തികളായിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ ദൈവത്തോട് എത്രമാത്രം അടുത്ത് ജീവിക്കുകയും നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും നാം നമ്മുടെ ഒരു സുഹൃത്തിനോട് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോട് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്തൊരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുന്നത് പോലെ, നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നത് പോലെ, നമ്മുടെ പ്രയാസങ്ങൾ പങ്കുവെക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയുവാനും പ്രാർത്ഥിക്കുവാനും സമർപ്പിക്കുവാനും അപേക്ഷിക്കുവാനും കരയുവാനും ഒക്കെ നമുക്ക് കഴിയുന്ന ഒരു വ്യക്തിബന്ധം നമ്മുടെ ദൈവമായിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കുവാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, ഒരനുഭവത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഇവിടെ കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തെടുപ്പോൾ എല്ലാവരും എന്നിലേക്ക് ആകർഷിക്കും. യോഹന്നാൻ 12:32. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാ ദൈവമക്കളും ദൈവത്തോടു കൂടി ആയിരിക്കണം, കർത്താവ് യേശു ക്രിസ്തു കൂടി ആയിരിക്കണം എന്ന് അവിടെ ദൈവം അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മളുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ തീർച്ചയായിട്ടും ദൈവം താല്പര്യപ്പെടുകയും ആ ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അത് രണ്ട് കാര്യങ്ങൾ അധിഷ്ഠിതമാണ്, അല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ 10 കൽപ്പനകളെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മളവിടെ പറഞ്ഞതുപോലെ, നമുക്ക് ദൈവത്തോടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു
ലംബമായ ബന്ധമാണ് മനുഷ്യനും ദൈവത്തോടുമുള്ള ബന്ധം. രണ്ടാമത്തത് മനുഷ്യനും അല്ലെങ്കിൽ മനുഷ്യരും തമ്മിലുള്ള ബന്ധം ഒരു സമാന്തരമായ ബന്ധമാണ്. അപ്പം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള രണ്ട് ബന്ധങ്ങൾ ഉണ്ടാവണം. ഒന്ന്, ആ വ്യക്തി ദൈവവുമായിട്ടുള്ള ഒരു ലംബമായ ബന്ധവും ആ വ്യക്തിയും മറ്റ് ജനങ്ങളുമായിട്ടുള്ള സമാന്തരമായ ബന്ധവും ഉണ്ടാവണം. ആ ബന്ധം നമ്മുടെ വിശ്വാസ ജീവിതത്തെ അത് ഉറപ്പിക്കുന്നതും അത് കുറെ കൂടി വ്യക്തമാക്കുന്നതും കുറെ കൂടി അത് സുതാര്യമാക്കുന്നതും ആയിത്തീരുമ്പോഴാണ് നമ്മളൊരു യഥാർത്ഥ അല്ലെങ്കിൽ ഒരു വിശ്വാസ ജീവിതത്തിൻ്റെതായ നല്ല അനുഭവങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ സീനായ് പർവ്വതത്തിൽ ദൈവം തൻ്റെ ഉടമ്പടി തൻ്റെ ജനവുമായിട്ട് ഉണ്ടാക്കുമ്പോൾ, അവിടെ മോശയോട് സംസാരിക്കുമ്പോൾ, ആ ദൈവികമായ വിശുദ്ധ നിയമങ്ങളെ കൊടുക്കുമ്പോൾ അവിടെ ആ ബന്ധത്തെ ദൈവം ഒന്ന് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ആ ഒരു ബന്ധം അവിടെ അല്ലെങ്കിൽ ആ ഒരു ഉറപ്പിക്കുക അല്ലെങ്കിൽ ആ ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ആ ബന്ധത്തിൽ തന്നെ ജനത്തെ നിലനിർത്താൻ ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ദൈവത്തിന്റെ 10 കൽപ്പനകൾ എന്ന് പറയുന്നത് ദൈവം നമ്മോട് ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ്, അല്ലെങ്കിൽ നാം ദൈവത്തോട് ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ്. അപ്പൊ ഈ കൽപ്പനകൾ ഞാൻ വിശ്വസിച്ചു കൊള്ളാം എന്ന് ഞാൻ പറയുമ്പോൾ, നാം ഓരോരുത്തരും പറയുമ്പോൾ നാം ദൈവത്തിന് സന്നിധിയിൽ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഉടമ്പടി അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ദൈവം നൽകുന്ന നിയമങ്ങള്, ദൈവത്തിന്റെ വചനത്താൽ നൽകുന്ന ആ ഉപദേശങ്ങൾ നാം സ്വീകരിക്കും, ഞാൻ വിശ്വസിക്കും എന്ന് നാം ദൈവസന്നിധിയിൽ പറയുമ്പോൾ നാം ദൈവമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിൽ ആയിത്തീരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന ആ മാതൃകകളും യോഗ്യതകളും അതിലൂടെ മാത്രമേ വാസ്തവത്തിൽ നമുക്ക് ദൈവത്തിന്റെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും ദൈവത്തിന്റെ വചനങ്ങളും നമുക്ക് പാലിക്കുവാനും അനുസരിക്കുവാനും കഴിയും. ദൈവം നമുക്ക് കാണിച്ചു തന്ന മാതൃകകളും ഉപദേശിച്ചു തന്ന വഴികളിലും കൂടെ മാത്രമേ നമുക്ക് ആ ദൈവത്തിന്റെ ഉടമ്പടി ബന്ധത്തിൽ നിലനിൽക്കുവാനും ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാനും കഴിയൂ. കാരണം ആ ബന്ധം എന്ന് പറയുന്നത്, ആ സ്നേഹം എന്ന് പറയുന്നത് ഈ നിയമത്തിന് അല്ലെങ്കിൽ ഈ ഉടമ്പടിക്കുള്ളിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഉടമ്പടിക്ക് പുറത്തു നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഉടമ്പടി പാലിക്കാതെ, ഉടമ്പടി അനുസരിക്കാതെ ഒരിക്കലും ആ ദൈവസ്നേഹത്തിൽ നിലനിൽക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും നാം ആ ദൈവ ഉടമ്പടിയിൽ അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകുന്ന ഉടമ്പടിയിൽ നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിത് അനുസരിക്കുകയും നമ്മളിത് പാലിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ഉടമ്പടി ബന്ധത്തിൽ നമുക്ക് ഉള്ളായിരിക്കാനും കഴിയും. അപ്പൊ അതുകൊണ്ട് നമുക്ക് നന്മ ചെയ്യാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കഴിയണമെങ്കിൽ നമുക്ക് ഒരു സഹായം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സഹായം അല്ലെങ്കിൽ ഒരു പ്രേരണ, ഒരു ശക്തി നമുക്ക് ഉണ്ടാവണം, നമുക്ക് ആവശ്യമാണ്. അപ്പം ഈ ഒരു സഹായമാണ് ദൈവത്തിന്റെ അല്ലെങ്കിൽ കൃപ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ദൈവം തന്റെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകുന്ന അല്ലെങ്കിൽ ഉപദേശങ്ങള്, നമുക്ക് നൽകുന്ന ശക്തി, നമുക്ക് നൽകുന്ന പ്രേരണ, നമുക്ക് നൽകുന്ന അല്ലെങ്കിൽ ആ ഉൾക്കാഴ്ചയൊക്കെ പലപ്പോഴും നമുക്ക് ഇത്തരത്തിൽ ആ ഉടമ്പടി ബന്ധത്തിൽ നിന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാനും വളരുവാനും, അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ദൈവവും ദൈവവും തമ്മിലും മനുഷ്യൻ തമ്മിലുള്ള ആ ബന്ധത്തെ നിലനിർത്തിക്കൊണ്ട് ഒരു നല്ല വ്യക്തിയായി അല്ലെ വ്യക്തികളായി നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ സാധിക്കും. അപ്പോൾ ഇസ്രായേൽ ജനം മോശയോട് പറഞ്ഞ് അവരെല്ലാവരും ദൈവത്തിന്റെ വചനം അനുസരിച്ച് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ന്യായപ്രമാണ പുസ്തകത്തിൽ ആ യാഗത്തിന്റെ അല്ലെങ്കിൽ ഇതിനടയാളമായിട്ട് ആ യാഗരക്തം തളിച്ച് ദൈവജനം അത് അംഗീകരിക്കുന്ന പോലെ പ്രിയ ദൈവജനമേ, നാം ഓരോരുത്തരും ഈ ദൈവവുമായിട്ടുള്ള അടുത്ത ബന്ധം നമുക്ക് നിലനിർത്തുവാൻ നാം ഈ ഒരു അടയാളം അല്ലെങ്കിൽ ഈ ഒരു അംഗീകാരം അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ സമർപ്പണം അല്ലെങ്കിൽ നമ്മളവർ വിശ്വസിക്കുന്നു എന്നുള്ള ഉടമ്പടി നാം അനുസരിച്ചുകൊണ്ട് മുൻപോട്ട് പോകേണ്ടതാണ്. അപ്പം അങ്ങനെ ദൈവത്തിന്റെ ദൈവിക നിയമങ്ങൾ അനുസരിച്ചു കൊള്ളാം എന്ന് ഹൃദയത്തിൽ സമ്മതിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് നാം ജീവിക്കുമ്പോൾ, അങ്ങനെ ഒരു ഉടമ്പടി നാം ദൈവസന്നിധിയിൽ ചെയ്യുമ്പോൾ ഇസ്രായേൽ മക്കള് മോശയോട് പറഞ്ഞ് അവർ ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ആ യാഗരക്തം എടുത്ത് അല്ലെങ്കിൽ യാഗപീഠത്തിന്മേലും അല്ലെങ്കിൽ ന്യായപ്രമാണ പുസ്തകത്തിലും തളിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ ആ ഉടമ്പടി ബന്ധത്തിൽ ദൈവമായിട്ട് ഒന്നിച്ച് വളരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് ആ ഭാഗത്ത് മനസ്സിലാക്കാം. ഞായറാഴ്ച ഭാഗത്തെ മനസ്സിലാക്കാം. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു വരാം. തിങ്കളാഴ്ച
കാണുന്നത് ദൈവത്തെ കാണുന്നു എന്നാണ്. ഇവിടെ നാം മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടി ബന്ധം അത് ഉറപ്പാക്കിയതിനു ശേഷം വീണ്ടും മോശ സീനായ് പർവ്വതത്തിലേക്ക് കയറിപ്പോകുന്നു. ആ കയറിപ്പോകുന്നതിൻ്റെ തുടക്കത്തിൽ മോശ മാത്രമായിരുന്നില്ല, മോശയോട് കൂടെ മറ്റ് 73 ഇസ്രായേല്യ നേതാക്കന്മാരും ഉണ്ടായിരുന്നു എന്ന് നമ്മളിവിടെ കാണുന്നു. അപ്പോൾ നമ്മൾ ആ ഭാഗം വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ അത് വളരെ ഒരു വലിയ അനുഭവമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അവര് അവിടെ, അല്ലെങ്കിൽ ആ സിനായ് പർവ്വതത്തിലേക്ക് മോശ കയറി തുടങ്ങുന്ന ആ ഭാഗത്ത് ഈ ഇസ്രായേൽ നേതാക്കന്മാരുമായിട്ട് അവിടെ ദൈവസന്നിധിയിൽ ആയിരിക്കുകയും സമയം ചെലവഴിക്കുകയും അവിടെ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒന്നിച്ച് ആഹാരം കഴിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഒരു വലിയ കാര്യമാണെന്ന് ഞാൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ ഒന്നിച്ച് ആഹാരം കഴിക്കുന്ന, കൂടി വരുന്ന ഒരു അനുഭവം ഇന്നും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മതപരമായ നമ്മുടെ കൂടിവരവുകൾ നമ്മൾ കാണുന്നുണ്ട്. അത് നേരത്തെയും നിലനിന്നിരുന്നൊരു കാര്യമാണ്. അപ്പോൾ മോശയെ സംബന്ധിച്ച് മോശ ഈ ഇസ്രായേൽ നേതാക്കന്മാരോടൊപ്പം ഈ സിനായ് പർവ്വതത്തിന്റെ ആ കയറ്റത്തിന്റെ, അല്ലെങ്കിൽ എൻ്റെ ആ പർവ്വതത്തിലേക്ക് കയറുന്നതിന്റെ ആ ആരംഭത്തിൽ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ തക്കവണ്ണം അവസരം കൊടുത്തു എന്ന് പറയുമ്പോൾ, ഈ ദൈവമായിട്ടൊരു ബന്ധം മോശ മാത്രമല്ല, മറ്റുള്ള ഇസ്രായേലിലെ ജനങ്ങൾക്കും അത് അനുഭവിക്കുവാനോ കാണുവാനോ കഴിയണമെന്ന് ദൈവം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം ഈ പറയുന്ന നേതാക്കന്മാരെയും കൂട്ടി അവിടെ വരുവാൻ ദൈവം ആവശ്യപ്പെട്ടതും. അങ്ങനെ അവർ അവിടെ കടന്നു വന്ന് ദൈവസാന്നിധ്യം മനസ്സിലാക്കുവാനും ദൈവത്തോടൊപ്പം ആയിരിക്കുവാനും അവരൊന്നിച്ച് ഭക്ഷണം കഴിച്ചു എന്ന് ദൈവത്തിൽ രേഖപ്പെടുത്തുമ്പോൾ അതൊരു വലിയ അനുഭവമാണ്, അല്ലേ? ഒരിക്കലും നമുക്ക് അത് വിവരിക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ് അത്. പക്ഷേ നമ്മുടെ മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിന്റെ അതിന്റെ 1, 2, 9 വാക്യങ്ങൾ പറയുമ്പോൾ, ഇത്തരത്തിൽ ദൈവസന്നിധിയിൽ മോശയോടൊപ്പം കയറിപ്പോയ ഈ നേതാക്കന്മാർ പലരും വാസം പറഞ്ഞാൽ അതിനുശേഷം പാപത്തിൽ വീണുപോയി എന്നാണ്. ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമുക്കൊരിക്കലും അത് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ കയറിപ്പോയി ദൈവ സാന്നിധ്യം കണ്ട് മനസ്സിലാക്കി അവിടെ ദൈവത്തോടൊപ്പം ഭക്ഷണം കഴിച്ചിരുന്ന ആ വ്യക്തികൾ പാപത്തിൽ വീണ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവർ നശിച്ചുപോയി എന്ന് പറയുമ്പോൾ എത്ര ഒരു ദുരന്ത പര്യവസാനിയായ ഒരു ജീവിതത്തിന്റെ ഉടമകളായി അവർ മാറി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക, എന്താണ്, അല്ലെങ്കിൽ ആ വ്യക്തികൾ എന്താണ് മനസ്സിലാക്കിയത്, എന്താണ് തിരിച്ചറിഞ്ഞത്, എന്താണ് അവർ ശ്രമിച്ചത്, എന്താണ് അവർ കണ്ടത്. അപ്പൊ ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ദൈവം നമ്മളെ നടത്തുന്ന ദൈനംദിനമായ ജീവിതത്തിൽ നമ്മളോട് ഇടപെടുന്ന, നമ്മോട് സംസാരിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന, നമ്മളെ വിടുവിക്കുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായാൽ പോലും പലപ്പോഴും നമുക്ക് അത് തിരിച്ചറിയാൻ കഴിയാതെ വാസമഞ്ഞ ദിവസത്തിൽ നിന്ന് അകന്നു പോവുകയും നന്ദിയില്ലാതെ ജീവിക്കുകയും ചെയ്യുന്നത് ഈ നേതാക്കന്മാരുടെ ജീവിതത്തിൽ വന്ന അനുഭവങ്ങൾക്ക് തുല്യമാണ്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുവാൻ നാം വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണമെന്ന് ഈ ഭാഗത്ത് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അത് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ തീർച്ചയായും ഓരോ സന്ദർഭങ്ങളിൽ ദൈവത്തിന് സ്ഥലം വരുമ്പോൾ നമ്മൾ മാനസാന്തര അനുഭവത്തിൽ അത് നമ്മളെ കൂടുതൽ അധികമായിട്ട് നമ്മളെ കർത്താവിലേക്ക് അടുപ്പിക്കുവാനും വിശ്വാസത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കുവാനും ദൈവം നമ്മളെ ഇടയാക്കുവാൻ നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. നാം ചൊവ്വാഴ്ച ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അനുസരിക്കാൻ ശക്തി എന്നതാണ്. നാം നേരത്തെ കണ്ടല്ലോ, പല സന്ദർഭങ്ങളിലും ഇസ്രായേൽ മക്കള് ഒന്നിച്ച് ദൈവത്തിന് മുമ്പാകെ മോശയോട് പറഞ്ഞു, ഞങ്ങൾ പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ വചനം അനുസരിച്ചു കൊള്ളാം, നിയമങ്ങൾ അനുസരിച്ചു കൊള്ളാം, മോശ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അനുസരിച്ചു കൊള്ളാം എന്ന് അവര് പറഞ്ഞു. എന്നാൽ പലപ്പോഴും അങ്ങനെ ചെയ്യുവാൻ അവർക്ക് സാധിച്ചില്ല. ഇവിടെ ഈ പാഠത്തിൽ നമ്മൾ ഓർമ്മപ്പെടുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിന്റെ നിയമം ശ്രദ്ധാപൂർവം പാലിച്ചാൽ ദൈവം ചെയ്യുന്നത് നിങ്ങൾക്കും ചെയ്യാൻ കഴിയും. ഇത് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമല്ല. കാരണം നമുക്കറിയാം, സാധാരണ മനുഷ്യരായിരുന്ന പൗലോസ്, പത്രോസ്, യോഹന്നാന് ഇവരൊക്കെ ഇത് ചെയ്തിരുന്നു, അല്ലേ? ദൈവം ചെയ്ത കാര്യങ്ങൾ ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അവർ സാധാരണ മനുഷ്യരായിരുന്നു, നമ്മളെപ്പോലെ തന്നെ. അപ്പോൾ അത് നല്ല ഉദാഹരണമായിട്ട് നമ്മുടെ മുൻപിലുണ്ട്.
അപ്പോൾ നാം തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ നിയമങ്ങളെ ശ്രദ്ധാപൂർവം പാലിച്ചാൽ ദൈവം എന്ത് ചെയ്യുന്നു എന്നത് മാത്രമല്ല, നമ്മളിലൂടെ എന്ത് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു അത് നമ്മളോട് ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കും, അല്ലെങ്കിൽ ദൈവം നമ്മളെ ഉപയോഗിക്കും എന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ദൈവത്തെ വിശ്വസ്തയോടെ നമുക്ക് പിന്തുടരുവാൻ കഴിയുക, അല്ലേ? അപ്പോൾ അത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് അനേകരത് പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, നമ്മൾ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ വിശ്വസ്തയോടെ പിന്തുടരാൻ കഴിയുക? ആ വിശ്വസ്തയോടെ പിന്തുടരാൻ കഴിയുക എന്ന് പറയുന്നത് അവിടെ അനേക കാര്യങ്ങൾ അതിൽ ഉണ്ട്, അല്ലേ? നമുക്ക് വെറുതെ ഒരു അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ദൈവത്തെ അല്ലെങ്കിൽ മറ്റു നേതാവിനെ നമുക്ക് പിന്തുടരാൻ കഴിയില്ല. അതിനെ പിന്തുടരണമെങ്കിൽ നമുക്ക് നമ്മുടേതായ ചില തീരുമാനങ്ങൾ, ചില അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ, ചില വ്യതിയാനങ്ങൾ, മറ്റു ചില കാര്യങ്ങൾ അംഗീകരിക്കൽ, ഇതൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും മറ്റൊരു വ്യക്തിയെ വിശ്വസിക്കുവാനോ അംഗീകരിക്കാനോ കഴിയൂ. അപ്പം ദൈവത്തിന്റെ കാര്യവും തീർച്ചയായിട്ടും ദൈവത്തിന്റെ നിയമങ്ങളെ പൂർണ്ണമായിട്ടും നമുക്ക് പാലിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ഒത്തിരി മറ്റ് കാര്യങ്ങൾ, പ്രവൃത്തികൾ നടക്കണം, അല്ലേ? പല മാറ്റങ്ങളുണ്ടാവണം, അല്ലേ? വ്യതിയാനങ്ങളുണ്ടാവണം. എങ്കിൽ മാത്രം നമുക്കത് ചെയ്യുവാൻ കഴിയൂ. അപ്പോൾ ദൈവത്തിന് മാത്രമേ നമ്മുടെ ഹൃദയം ഒരു മാറ്റം വരുത്തുവാൻ കഴിയൂ, അല്ലേ? ഹൃദയം അല്ലെങ്കിൽ രൂപാന്തരം വരുത്താൻ കഴിയും. ഇപ്പോൾ ഫറവോനെ സംബന്ധിച്ച് നമ്മൾ കണ്ടു, എന്തുകൊണ്ടാണ് ഫറവോന്റെ ഹൃദയം കഠിനമായത്? കാരണം ആ കഠിന ഹൃദയത്തിൽ നിന്ന് മാറുവാൻ ഫറവോന് കഴിയാതിരുന്നത് കൊണ്ട് ആ ഫറവോന്റെ ഹൃദയം കഠിനമായി തന്നെ തുടരുവാൻ ദൈവം അനുവദിച്ചു. അപ്പൊ അവസാനം അതിൻ്റെ അന്ത്യം വന്നപ്പോൾ ഫറവോന് മനസ്സിലായി ഈ കഠിന ഹൃദയം അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന നാശം എത്രമാത്രം ആണ് എന്ന് ബോധ്യപ്പെടുവാൻ ഫറവോന് മാത്രമല്ല ഫറവോന്റെ സൈന്യങ്ങൾക്കും ഇടയായി തീർന്നു എന്ന് നമ്മൾ കാണുമ്പോൾ ഒരു വ്യക്തിയുടെ ഹൃദയകാഠിന്യം എത്രമാത്രം ഒരു ദുരന്തത്തിലേക്ക് ഒരു സമൂഹത്തെ നയിച്ചു നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഹൃദയങ്ങൾക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ, നമ്മുടെ ഹൃദയങ്ങൾക്ക് അല്ലെങ്കിൽ അന്തരമുണ്ടാവണമെങ്കിൽ, മാനസാന്തരം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം പ്രവർത്തിക്കണമെങ്കിൽ ദൈവം ഇടപെടണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് നമ്മളിവിടെ കാണുന്നത് നമ്മുടെ ഹൃദയങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ കഠിനമായ ഹൃദയങ്ങളെയോ അലിയാത്ത ഹൃദയങ്ങളെയോ വചനം അനുസരിക്കാൻ കഴിയാത്ത ഹൃദയങ്ങളെയോ അല്ലെ വചനം മനസ്സിലാക്കാൻ കഴിയാത്ത ഹൃദയങ്ങളെയോ ആ അവസ്ഥയിൽ നിന്ന് മാറ്റുവാൻ ദൈവം അല്ലെങ്കിൽ ദൈവം ഇടപെടണം, അല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കണം. അത് നാം എന്ത് ചെയ്യണം? നാം അത് മനസ്സിലാക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്നൊരു മാറ്റം ഉണ്ടാവണം നാം ആഗ്രഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യുക? നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ ഈ ഒരു അവസ്ഥയിൽ നിന്ന്, ഈ ഒരു അനുഭവത്തിൽ നിന്ന്, ഈ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് എനിക്ക് ഒരു മാറ്റം ഉണ്ടായി, എനിക്കൊരു ദൈവത്തിന്റെ പൈതലായി ജീവിക്കുവാൻ, അവിടുത്തെ വചനം അനുസരിക്കുവാൻ, അവിടുത്തെ കൽപ്പനകൾ പ്രമാണിക്കുവാനുള്ള കൃപ, അതിനുള്ള ശക്തി എനിക്ക് തരണമേ എന്ന് പൂർണ്ണമായിട്ട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ അല്ലെങ്കിൽ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ആ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് മാറുവാൻ ഇടയായി തീരുകയും ചെയ്യും. അങ്ങനെ എത്രയോ ആൾക്കാർ അങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അങ്ങനെ വ്യതിയാനം സംഭവിച്ചുകൊണ്ട്, മാനസാന്തരം സംഭവിച്ചുകൊണ്ട് വളരെ ദുഷ്ടതയും ക്രൂരതയും ചെയ്ത വ്യക്തികൾ പോലും അതിൽ നിന്ന് മാറി ദൈവത്തിന്റെ മക്കളായി തീർന്നിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർ എന്ത് ചെയ്യുന്നു? അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഈ ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ മാറ്റണമേ, വിടുവിക്കണമേ, ഈ ഒരു ചിന്താഗതിയിൽ നിന്ന്, ഈ ഒരു വിശ്വാസത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്നെ മാറ്റി ഒരു പുതിയ ഹൃദയം എനിക്ക് തന്ന് ദൈവത്തെ സ്നേഹിക്കുവാനും അവിടുത്തെ കൽപ്പനകൾ പ്രമാണിപ്പിക്കാനും അവിടുത്തെ വചനം അനുസരിക്കുവാനുള്ള അല്ലെങ്കിൽ ഒരു കൃപ, ഒരു ശക്തി എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നാണ്. അപ്പം ദൈവത്തെ പിന്തുടരാൻ നമുക്ക് തീരുമാനിക്കാം. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ. അത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ദൈവസന്നിധിയിൽ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ദൈവത്തിന്റെ നടത്തിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ തിരഞ്ഞെടുപ്പ് ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ആയിരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമായ അല്ലെങ്കിൽ എല്ലാ സഹായവും, അല്ലെ, എല്ലാ കൃപയും ദൈവം നൽകി തരും. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചും ദൈവം അവരെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ദൈവത്തിന് വചനം പറയുമ്പോൾ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ, അല്ലെ, ദൈവം നമുക്ക് നൽകും. ഇപ്പം ആവശ്യമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് തരും എന്നല്ല അതിനർത്ഥം. അപ്പോൾ നമ്മൾ അനേക കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, പക്ഷേ ദൈവത്തിനറിയാം നമുക്ക് അതിൽ എന്ത് ആവശ്യമുണ്ടോ എന്ന്, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന സമയത്ത് എന്താണ് ആവശ്യമുള്ളത്. അപ്പം അത് നമുക്ക് ദൈവം തരും. അല്ലാത്ത കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ അത് ആവശ്യമുള്ള സമയത്ത് മാത്രമേ ദൈവം നമുക്ക് നൽകുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കീഴ്പ്പെട്ടുകൊണ്ട്
ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നാം തീരുമാനമെടുക്കുകയും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകുന്ന ദൈവത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദൈവം ഒരു രൂപാന്തരപ്പെട്ട ജീവിതത്തെ നമ്മൾ ഉടമകളാക്കുക മാത്രമല്ല ആ ദൈവത്തെ അനുസരിച്ച് മുന്നോട്ട് ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങൾ നടക്കുമാറാക്കും, നിങ്ങളുടെ വിധികളെ പ്രമാണിച്ച് അവ അനുഷ്ഠിക്കും എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ ആക്കുമ്പോൾ നാം തീർച്ചയായും നമുക്ക് ദൈവത്തിൻ്റെ വിധികളെയും ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളെയും ദൈവത്തിൻ്റെ നിയമങ്ങളെയും പാലിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് നമുക്ക് അത് അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും. അപ്പം നാം അങ്ങനെ ജീവിക്കുമ്പോഴാണ് നാം തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മക്കളായി തീരുന്നത് എന്ന് ഈ ഭാഗം നമ്മോട് സംസാരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, അനുസരിക്കുവാൻ നമുക്ക് ശക്തി വേണം, അല്ലേ? ആ ശക്തി എന്ന് പറയുന്നത് ഉയരത്തിൽ നിന്ന് ദൈവം നമുക്ക് നൽകുന്ന ശക്തിയാണ്. അതിനാണ് നമ്മൾ ആത്മീയ ശക്തി എന്ന് പറയുന്നത്. ആത്മീയ ശക്തിയിൽ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ കൽപ്പനകളും അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ മക്കളായിട്ട് നമുക്ക് നിലനിൽക്കുവാൻ കഴിയും. ആ അനുസരണത്തിൽ നാം സമാധാനത്തോടും സന്തോഷത്തോടും ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ അനുഭവിച്ചുകൊണ്ട് പ്രാപിച്ചുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ നമ്മളെ സഹായിക്കും. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ, ശക്തി നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബുധനാഴ്ചയിലേക്ക് കടന്നു വരുമ്പോൾ തൻ്റെ ജനത്തിൻ്റെ നടുവിൽ, അല്ലേ, നമ്മളിവിടെ കാണുന്നത് ദൈവം തൻ്റെ ജനത്തോട് അല്ലെങ്കിൽ മോശയോട് സംസാരിക്കുന്ന പുറപ്പാട് പുസ്തകം 25:8 പറയുമ്പോൾ എന്താ, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ദൈവം ഒരിക്കലും മനുഷ്യനിർമ്മിത ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ആരാധനാ സ്ഥലങ്ങളിലോ ദൈവം വസിക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ, ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ ദൈവം അവരുടെ നടുവിലുണ്ട് എന്ന് അവർക്കൊരു ബോധം അല്ലെങ്കിൽ ഒരു ചിന്ത ഉണ്ടാവാൻ വേണ്ടി ദൈവത്തിൻ്റെ ഒരു വിശുദ്ധ മന്ദിരം പണിയണമെന്ന് മോശ മുഖാന്തരം ദൈവജനത്തോട് സംസാരിക്കുകയാണ്. അപ്പൊ അവരെ വാഗ്ദത്ത നാട് വരെ കൊണ്ടുവന്ന ദൈവം അവിടുന്ന് അവരെ വിട്ടിട്ട് ദൈവം പോകുന്നില്ല, ദൈവം മാറി നിൽക്കുന്നില്ല. ആ ദൈവം അവരുടെ കൂടെ അവരുടെ നടുവിൽ തന്നെ ഉണ്ട് എന്ന് അവർക്കൊരു ഒരു ചിന്ത അവരിൽ നിലനിർത്തുവാൻ ആണ് ദൈവം മോശയോട് പറഞ്ഞത്, ഞാൻ എൻ്റെ ജനത്തിൻ്റെ നടുവിൽ വസിക്കേണ്ടതിന് അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ആ വിശുദ്ധ മന്ദിരം, പ്രിയ ദൈവജനമേ, ഇന്ന് നമ്മെ സംബന്ധിച്ച് നമ്മുടെ ഹൃദയങ്ങളാണ്, അല്ലേ? നമ്മുടെ ദൈവം നമ്മിൽ വസിക്കുവാൻ, ദൈവത്തിന് വസിക്കുവാൻ കഴിയുന്ന ഒരു വിശുദ്ധ മന്ദിരം ആയ ഒരു ഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണം. അതാണ് പൗലോസും പറയുന്നത്, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമാകുന്നു. നിങ്ങൾ ദൈവം വസിക്കുന്ന മന്ദിരമാകുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരങ്ങളാകുന്നു. അതുകൊണ്ട് നാം ഓരോരുത്തരും എന്ത് ചെയ്യരുത്? നമ്മളെ അശുദ്ധരാക്കരുത് എന്ന് പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ ദൈവം ഒരിക്കലും കെട്ടിടങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് അതുപോലുള്ള മനുഷ്യനിർമ്മിത അല്ലെങ്കിൽ സ്ഥലങ്ങളിലോ പാർക്കുന്നില്ല അല്ലെ വസിക്കുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ആ ജനത്തിന് ഒരു ബോധം നൽകുക, ദൈവം ഞങ്ങളുടെ ഇടയിലുണ്ട് എന്ന്. അവിടെ കടന്നു വരുവാനും പ്രാർത്ഥിപ്പാനും യാഗം കഴിപ്പാനും അവരുടെ പാപങ്ങൾ ഏറ്റുപറയാനും പാപം പരിഹരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാപം അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഉപേക്ഷിച്ചിട്ട് അവർ മടങ്ങിപ്പോകുവാനും സമാധാനം ജീവിക്കുവാനും ഒക്കെ ഉള്ളൊരു ഒരു അവസരം അവർക്ക് നൽകി അവരെ പരിശീലിപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവം മോശയോട് സംസാരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്കറിയാം, ഈ ലോകത്തെയും ലോകത്തിലുള്ള സകലതിനെയും ഉണ്ടാക്കിയ ദൈവം ഈ ഭൂമിയുടെയും സകല അഖിലാണ്ടത്തിൻ്റെയും നാഥനാണ്. അതുകൊണ്ട് ഒരു ക്ഷേത്രങ്ങളിലും ഒരു മനുഷ്യനിർമ്മിത അല്ലെങ്കിൽ കെട്ടിടങ്ങളിലും അവൻ വസിക്കുന്നില്ല എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 17:24 നമ്മൾ വായിക്കുന്നത് ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ. അതുകൊണ്ട് ദൈവം തൻ്റെ സാന്നിധ്യം അവർക്ക് വെളിപ്പെടുത്തുന്ന ഒരു സ്ഥലമായിട്ട് വിശുദ്ധ മന്ദിരത്തെ അവർ കാണണമെന്ന് ദൈവം ചിന്തിച്ചു. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നവർ മനസ്സിലാക്കുന്നു. അപ്പം നമുക്കറിയാം, നമ്മളിന്ന് ഒരു ദൈവാലയത്തിൽ പോകുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നാണ്, അല്ലേ? ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നാണ്. അപ്പം മോശയെ ദൈവം ഓരോ പർവ്വതത്തിലേക്ക് വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ മോശ നിൽക്കുന്നു എന്ന്
അല്ലെങ്കിൽ മോശയ്ക്ക് ഒരു തിരിച്ചറിവ് കൊടുക്കാനാണ് നിന്റെ കാലിലെ ചെരുപ്പ് നീ അഴിച്ച് മാറ്റുക എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്നും നമ്മുടെ ദേവാലയങ്ങളിലോ അതുപോലത്തുള്ള ആരാധനയിടങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മൾ ഓർക്കാറുണ്ടല്ലേ. അവിടെ നമ്മൾ കുറച്ചുകൂടി വിശുദ്ധിയോടും കുറച്ചുകൂടെ ശ്രദ്ധയോടും കുറച്ചുകൂടെ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ഭയത്തോടു കൂടി ആവണം അങ്ങനെയുള്ള ഇടങ്ങൾ നമ്മൾ കടന്നു പോവുകയും ആയിരിക്കുകയും ചെയ്യുന്നത് എന്ന്. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് ഇസ്രായേൽ ഒരു സ്വമേധ വഴിപാട് കൊണ്ടുവരണമായിരുന്നു അല്ലേ. ആ വിശുദ്ധ മന്ദിരം, ദൈവം പറഞ്ഞ വിശുദ്ധ മന്ദിരം നിർമ്മിക്കുവാൻ ഈ ഇസ്രായേൽ ജനം ഒരു സ്വമേധ വഴിപാട് അവർ കൊണ്ടുവരണമായിരുന്നു. അതിനകത്ത് സ്വർണം, വെള്ളി, വെങ്കലം, കതിരമരം, വിവിധ തരത്തിലുള്ള തുണിത്തരങ്ങൾ, ഒലിവെണ്ണ, സുഗന്ധദ്രവ്യങ്ങൾ, അതിങ്ങനെയുള്ള അനേക കാര്യങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ദൈവം എങ്ങനെ ആവശ്യപ്പെട്ടത്? ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത്, ഇപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ ഇടയിൽ നിലനിൽക്കാൻ തക്കവണ്ണം ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം ദൈവം ആവശ്യപ്പെട്ടപ്പോൾ ആ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ഇടയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളും അവർക്ക് ആവശ്യമായ അവർക്ക് കൊടുക്കാൻ കഴിയുന്നതൊക്കെ അവർ കൊടുക്കും അവിടെ. എന്താ? എൻ്റെ ദൈവം എൻ്റെ കൂടെ അല്ലെ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങളൊക്കെ ഒരു മടിയും കൂടാതെ അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രേരണ കൂടാതെ നിർമ്മത്താൽ അല്ലാതെ തങ്ങൾക്ക് എന്തുണ്ടോ അതൊക്കെ അവിടെ കൊണ്ടുവന്ന് കൊടുക്കോടെ അതിനുവേണ്ടി കൊടുക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അത് മനസ്സിലാക്കും, തിരിച്ചറിയാൻ പഠിപ്പിക്കുവാനാണ് ഉപവാസം പറഞ്ഞ ദൈവം ഇതൊക്കെയും തൻ്റെ ജനത്തോട് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ യെരൂശലേം ദേവാലയം പണിയുമ്പോൾ ആവശ്യമായ കാര്യങ്ങൾ കൊണ്ടുവരാൻ അവിടെ ജനത്തോട് ആവശ്യപ്പെടുമ്പോൾ വാസ്തവം പറഞ്ഞാൽ അവർ നൽകിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന കാര്യങ്ങൾ നമുക്കറിയാം, അത് വളരെ അധികമായിട്ട് അവസാനം അവർ കൊണ്ടുവരുന്നത് നിർത്തിവെക്കുവാൻ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വന്നു എന്ന് നമ്മൾ കേൾക്കുന്നു അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാവണം, ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം പണിയണം എന്ന് ആഗ്രഹിക്കുന്ന ആത്മാർത്ഥതയുള്ള വിശ്വാസമുള്ള ദൈവത്തോട് സ്നേഹമുള്ള ദൈവ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുന്നൊക്കെയും അവർ കൊടുക്കും. അത് ദൈവത്തോടുള്ള സ്നേഹമാണ് നമ്മളവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ സമാഗമന കൂടാരത്തെ വലിയ ശുശ്രൂഷകളെയും കുറിച്ച് നമുക്ക് അനേക കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. എന്താണ് സമാഗമന കൂടാരം? അത് വലിയൊരു വിഷയമാണ്. നമുക്ക് ഒരു വാക്കിലോ 2 വാക്കിലോ പറഞ്ഞു വിടാൻ കഴിയുന്നൊരു കാര്യമല്ല. എങ്കിലും അവിടുത്തെ അല്ലെങ്കിൽ ആ സമാഗമന കൂടാരവും ആ കൂടാരത്തിലെ വിവിധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ രക്ഷയെ സംബന്ധിച്ച് അല്ലെങ്കിൽ രക്ഷയുടെ അല്ലെങ്കിൽ ആ ഭാഗമായിട്ട് നമ്മളത് മനസ്സിലാക്കുമ്പോൾ അതൊക്കെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ യാഗത്തെ പ്രതികരിക്കുന്നു എന്ന് അതിൽ ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അവിടുത്തെ നിയമവൊട്ടകായാലും കാഴ്ചയപ്പമേശ, വിളക്കുതണ്ട്, വിളക്കുമറി, യാഗപടങ്ങൾ, തിരശ്ശീലകൾ, ആ തിരശ്ശീലയുടെ നിറങ്ങൾ, അവിടെ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് മോശയോട് ദൈവം പറഞ്ഞു കൊടുക്കുന്ന ആ രീതിയിൽ തന്നെയാണ് മോശ ആ സമാഗമന കൂടാരം നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കാനുള്ള ആൾക്കാരെ നിയമിക്കുന്നത്, അതിന് ആൾക്കാരെ വിളിച്ചു ചേർക്കുന്നത്, അവരുടെ ജോലികൾ, ഓരോരുത്തരുടെ ഉത്തരവാദിത്തങ്ങൾ, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഉപയോഗിക്കേണ്ട സാധനങ്ങൾ, അതിൻ്റെ അളവ്, തൂക്കം, നീളം, വണ്ണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ദൈവം പറഞ്ഞ പ്രകാരം തന്നെയാണ് മോശ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ യേശുവിൻ്റെ മരണവും സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിലെ അവൻ്റെ ശുശ്രൂഷയും അവരെ ഭൂമിയിലെ വിശുദ്ധ മന്ദിര നിർണായക ധർമ്മം നിർവഹിച്ചു എന്ന് പറഞ്ഞാൽ ഈ സമാഗമന കൂടാരം എന്ന് പറയുന്നത് സ്വർഗീയ മന്ദിരത്തിന്റെ ഒരു നിഴലായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാതൃകയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ജനത്തെ, ദൈവത്തിന്റെ ജനത്തെ എന്താ പറയുന്നത്, ഈ രക്ഷയുടെ അനുഭവത്തെ അല്ലെങ്കിൽ ആ രക്ഷാ പ്രവൃത്തിയെ കാണിക്കുവാൻ കർത്താവ് യേശു ക്രിസ്തു, വരുവാനിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ യാഗത്തെ അല്ലെങ്കിൽ പഠിപ്പിക്കുവാനും കാണിച്ചു കൊടുക്കുവാനും അങ്ങനെ അനേക വൻ കാര്യങ്ങളെ അതിലൂടെ ജനത്തിന് മനസ്സിലാക്കി കൊടുക്കുവാനുമുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു സമാഗമന കൂടാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമാഗമന കൂടാരം എന്ന് പറയുന്നത് ദൈവം തൻ്റെ ജനത്തിൻ്റെ നടുവിൽ വസിക്കുവാനുള്ള ഒരു വിശുദ്ധ മന്ദിരമായിട്ട് ദൈവം അവരുടെ നിർദ്ദേശിച്ചുവെങ്കിലും അതിലൂടെ വലിയ ആ രക്ഷാ പ്രവൃത്തിയുടെ ദൂതുകളെ നമുക്ക് മനസ്സിലാക്കുവാൻ, ആ ജനത്തിന് മനസ്സിലാക്കുവാൻ ദൈവം ഇടയാക്കി എന്നതാണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും. വ്യാഴാഴ്ച ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ദൈവാത്മനാൽ നിറയപ്പെട്ടു എന്നാണ്. ഇവിടെ ഈ സമാഗമന കൂടാര ശുശ്രൂഷകളെ സംബന്ധിച്ചും അവിടുത്തെ യാഗങ്ങളെ സംബന്ധിച്ചും ആ യാഗങ്ങളുടെ പ്രത്യേകതകളെ സംബന്ധിച്ചും അവിടെ കൊണ്ടുവന്ന യാഗമൃഗങ്ങളെ സംബന്ധിച്ചും അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള യാഗങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിനൊക്കെ അതിൻ്റെതായ
അർത്ഥങ്ങളും അതിൻ്റെതായ ഉദ്ദേശങ്ങളും അതിൻ്റെതായ ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അവിടുത്തെ ആ ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ അവിടുത്തെ പുരോഹിതന്മാര് പ്രത്യേകമായിട്ട് ഒരുങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവർക്ക് പുരോഹിത വസ്ത്രം ധരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവരെ തന്നെ ശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവരുടെ ഭവനങ്ങളെ അതിനുവേണ്ടി ഒരുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവർ സമർപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ അവര് ആ സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുന്ന മുമ്പ് അവർക്ക് വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടി യാഗം കഴിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ അനേക കാര്യങ്ങൾ നമ്മൾ ഈ സമാഗമന കൂടാര ആരാധന ശുശ്രൂഷകളുമായിട്ട് ബന്ധപ്പെട്ട് യാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നമ്മുടെ പാപത്തിനായിട്ട്, നമ്മുടെ അകൃത്യത്തിനായിട്ട്, നമ്മുടെ കുറവുകൾക്കായിട്ട് യാഗമായി തീർന്നു. ആ യാഗത്തിൽ നാം വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെതായ യാഗപീഠത്തിലേക്ക് നാം കടന്നു വന്ന്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശ്വമന്ദിരത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നാം വിശ്വസിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പാപങ്ങളെ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ വഹിച്ച് നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് ദൈവത്തിന്റെ മക്കളാക്കി നമ്മളെ തിരികെ, അല്ലെങ്കിൽ നമ്മളെ ദൈവത്തിന്റെ പൈതലായി നമുക്കൊരു പുതിയ ജീവിതത്തിലേക്ക് നമ്മളെ ദൈവം കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മളത് പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതീകവും അതിൻ്റെതായ ശുശ്രൂഷകളും അതിൻ്റെ മാതൃകളുമാണ് ഈ സമാഗമന കൂടാരത്തിൽ നടന്നിരുന്നത് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ സൃഷ്ടിപരമായ കഴിവുകളുടെയും മധ്യത്തിൽ ദൈവം അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവയാണെന്ന്, തൻ്റെ ജനത്തിനിടയിൽ ദൈവം തന്നെ വിശുദ്ധീകരിക്കുന്ന ദൈവമാണ് എന്ന് മനസ്സിലാക്കുവാൻ തൻ്റെ ശബത്തുകളെയും ദൈവം അവർക്ക് നൽകി എന്നവിടെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം തീർച്ചയായിട്ടും കടന്നു വരുമ്പോൾ ദൈവം നൽകുന്ന നിയമങ്ങളെയും ദൈവം നൽകിയ ശബത്തിനെയും നാം അനുസരിച്ചുകൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ തൻ്റെ ജനത്തിനും യഹോവയ്ക്കും ഇടയിൽ നൽകിയ ഒരടയാളമായിട്ട് യഹോവ ദൈവം നമ്മുടെ സൃഷ്ടികർത്താവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സകലത്തിൻ്റെയും ഉടയവനാണ് എന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുന്ന, അനുസരിക്കുന്ന അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ പ്രതീകമാണ്, അല്ലെങ്കിൽ ആ വിശ്വാസത്തിന്റെ ഒരു അടയാളമാണ് വിശുദ്ധ ശബത്ത് എന്ന് പറയുന്നത്. മാത്രമല്ല, ദൈവം തൻ്റെ കൽപ്പനകൾ തൻ്റെ ജനത്തിന് നൽകി, ദൈവം മോശയ്ക്ക് നൽകിയ ഏറ്റവും അവസാനത്തെ ഒരു കൽപ്പനകളാണ് തീർച്ചയായിട്ടും ഈ 10 കൽപ്പനകൾ എന്ന് നമ്മൾ പറയുന്നത്. നമ്മളത് മനസ്സിലാക്കി ആ 10 കൽപ്പനകളെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശുദ്ധ കൽപ്പനകളെ അതിവിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിന് കീഴിലുള്ള ഉടമ്പടി പെട്ടത്തിനുള്ളിൽ സ്ഥാപിക്കണമായിരുന്നു, അല്ലെങ്കിൽ വെക്കണമെന്നായിരുന്നു ദൈവം ആവശ്യപ്പെട്ടത്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ നമ്മളത് കാണുന്നു. അപ്പൊ എത്രമാത്രം അല്ലെങ്കിൽ വിശുദ്ധി, എത്രമാത്രം പ്രാധാന്യം, എത്രമാത്രം മഹത്വം ദൈവം തൻ്റെ കൽപ്പനകൾക്ക് കൊടുത്തുകൊണ്ടാണ് ആ കൽപ്പനയെ എവിടെ വെക്കണം, അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിൽ എവിടെ വെക്കണം എന്ന് ദൈവം ആവശ്യപ്പെട്ടത്. അത് ദൈവജനത്തെ പഠിപ്പിക്കുവാനും അത് മനസ്സിലാക്കുവാനും പ്രാധാന്യം തിരിച്ചറിയാനുമുള്ള ഒരു വലിയ വഴിയായിട്ട് ഈ സമാഗമന കൂടാര ആരാധനയുടെ ഭാഗങ്ങളായിട്ട് ക്രമീകരിച്ചിരുന്ന ഓരോ ഉപകരണങ്ങളെയും, അതിലെ ഓരോ സാധനങ്ങളെയും, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ദൈവം തീർച്ചയായിട്ടും തൻ്റെ അല്ലെങ്കിൽ മക്കൾക്ക്, അല്ലെങ്കിൽ തൻ്റെ ജനത്തിന് ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ നൽകി അവരെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുകയും നമ്മുടെ കല്ലായ ഹൃദയങ്ങളെ നമ്മളിൽ നിന്ന് മാറ്റി മാംസമായ ഹൃദയത്തെ നമുക്ക് നൽകി ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായി അവരുടെ കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട്, കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട്, ശബത്തിലെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ സകല നിയമങ്ങളെയും അനുസരിച്ച് നമുക്ക് ജീവിക്കുവാനുള്ള ഒരു നല്ല ഉപദേശം, നല്ലൊരു പഠിപ്പിക്കൽ നമുക്ക് മനസ്സിലാക്കി തരുവാനാണ് ദൈവം തീർച്ചയായിട്ടും ഈ വിശുദ്ധ മന്ദിരം ഉണ്ടാക്കുവാനും അവിടുത്തെ വഴിപാടുകളും യാഗങ്ങളും ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർദ്ദേശിച്ചുകൊണ്ട് അവിടുത്തെ പുരോഹിതന്മാരെ അതിനുവേണ്ടി പ്രത്യേകിച്ച് ദൈവം വേണ്ട നിർദ്ദേശങ്ങൾ മോശ മുഖാന്തരം നൽകി അവരുടെ സകല കാര്യങ്ങളെയും കൃത്യമായിട്ട് അവർക്ക് ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് അവസാനം മോശ പറയുന്നത്, ദൈവം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ചെയ്തു എന്ന് 2 പ്രാവശ്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം പ്രിയ ദൈവജനമേ, എത്രമാത്രം നാം ഇത്തരം കാര്യങ്ങളിൽ, അല്ലെ ഇത്തരത്തിലുള്ള ഉപദേശങ്ങളിൽ, ഈ നിയമങ്ങളിൽ, ഈ കൽപ്പനകളിൽ
അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നതിൽ, ദൈവത്തിൻ്റെ ജനമായി നിലനിൽക്കുന്നതിൽ, നമ്മളുടെ മാനസാന്തരം ഉണ്ടാകുന്നതിൽ നാം എത്രമാത്രം ശ്രദ്ധയുള്ളവരും എത്രമാത്രം താല്പര്യമുള്ളവരും എത്രമാത്രം നമ്മൾ അതിനോട് ഉത്തരവാദിത്വ ബോധത്തോടെ പെരുമാറുന്നവരും ആയി നമ്മൾ ജീവിക്കണം എന്ന് ഈ ഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമുക്കും നിറയപ്പെടുവാനും ആത്മാവിൽ നടത്തപ്പെടുവാനും ഒരു മാനസാന്തര ഹൃദയം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായി ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ അല്ലെ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് ഒരു വിശുദ്ധ മന്ദിരത്തിൻ്റെ ഒരു സ്ഥാനം നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് അവിടെ ദൈവം വസിച്ചുകൊണ്ട് നമുക്ക് ദൈവമുള്ള മക്കളായി നിലനിൽപ്പാൻ ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ആഴ്ചയിലെ പാഠം ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, തിരുനാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇടങ്ങൾക്ക് വീണ്ടും കർത്താവെ അവിടുത്തെ വചനം പഠിക്കുവാൻ ഒരു അവസരം ഒരുക്കി തന്നല്ലോ. കർത്താവ് ഇടങ്ങൾ അവിടുത്തെ വചനം പ്രമാണിക്കുമ്പോൾ, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ, അവിടുത്തെ സന്നിൽ കർത്താവ് ഇടങ്ങളത് അനുസരിച്ചു കൊള്ളാം എന്ന് അടിയങ്ങൾ ഏറ്റുപറയുമ്പോൾ, കർത്താവെ അടിയങ്ങൾ ദൈവമായിട്ട് ചെയ്യുന്ന ഉടമ്പടി അനുസരിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് കർത്താവെ സമാഗമന കൂടാരത്തിൽ ദൈവത്തിന് ജനം കടന്നു വന്ന് യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് തങ്ങളുടെ പാവങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ട് പാപരഹിതരായിട്ട് മടങ്ങിപ്പോകുവാൻ അവിടുന്ന് അവരെ സഹായിച്ച് ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ കർത്താവെ അവിടുന്ന് അവരെ കൃപ ചെയ്തതുപോലെ അടിയങ്ങൾ ഓരോരുത്തരും കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് അടിയങ്ങളെ ഹൃദയങ്ങളെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് അടിയങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവെ അവിടുന്ന് അടിയങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുവാനുള്ള ഒരു വിശുദ്ധ മന്ദിരമായി അടിയങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിക്കൊണ്ട് അടിയങ്ങളുടെ ശരീരങ്ങളെ മാറ്റിക്കൊണ്ട് നിലനിൽപ്പാൻ തക്കവണ്ണം ജീവിപ്പാൻ തക്കവണ്ണം അടിയങ്ങൾ ഓരോരുത്തരോടും സഹായിക്കണം. കർത്താവ് ഈ പാഠപഠനത്തിൽ സംബന്ധിക്കുന്ന പാഠം പഠിക്കുന്ന എല്ലാത്തിൻ്റെ മക്കളെയും കർത്താവെ അവിടുത്തെ വലിയ കൃപയിൽ അവിടുത്തെ അനുകരണയിൽ അവിടുന്ന് കാത്ത് പരിപാലിക്കണം, കൃപയിൽ സൂക്ഷിക്കണം. എല്ലാ പ്രയാസ പ്രതികൂലങ്ങളും കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് വിടുവിക്കാൻ കാത്തുകൊള്ളുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനവമത കർത്താവ് എടുക്കണം. എല്ലായിടങ്ങളും കാഴ്ചവനെ തന്ന യേശു നാം ചോദിക്കുമ്പോൾ കൂടെ നല്ല ദൈവമേ, ആമേൻ.